ഈ സഹമന്ത്രി സ്ഥാനം കൊണ്ട് സുരേഷ് ഗോപി തൃപ്തനാണോ? അല്ലത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ഊഹോപോഹത്തിനൊരു മറുപടി ഞാൻ പറയണമെന്നാണ് പറയുന്നത്. ഇല്ലില്ല, ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥകൾ നിങ്ങൾ ബൽറാം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ല, കള്ളക്കഥകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുരേഷ്, ഞാൻ ചോദിച്ച 3 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ വെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ BJP ഔദ്യോഗിക നേതൃത്വം പരിശ്രമിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ 3 എണ്ണത്തിന് ആദ്യ ഉത്തരം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പറയും. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അല്ലല്ല, അല്ല, എന്താ പറഞ്ഞ ബിൻരാജ് കെ സുരേന്ദ്രനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്ര 20 വർഷം 15 വർഷമായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടന്നത്. എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്? മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതൊന്നും അറിയാതെ ഇത് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ബിനുരാജെ, എന്നെ നിങ്ങൾ ഇല്ല, ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല. അല്ല, നിങ്ങളല്ല, വൈകാരികല്ല.